ഹായ് ഓൾ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബേസിക് സയൻസിലെ ബെറ്റർ ലൈഫ് സ്റ്റൈൽ ഫോർ ബ്രൈറ്റർ ടുമാറോ എന്നുള്ള ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് അതിൻ്റെ ബാക്കിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം സെക്ഷൻ എയിൽ എന്താണ്, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓരോ ക്വസ്റ്റ്യൻസിനും 1 മാർക്ക് വെച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. റൈറ്റ് ദി ഫോർമുല ടു കാൽക്കുലേറ്റ് BMI കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും അതറിയാം. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. BMI is equal to weight in kilogram divided by height in meter into height in meter. അടുത്തത് വാട്ട് ഈസ് ദി നോർമൽ ബ്ലഡ് പ്രഷർ റീഡിംഗ്. എത്രയാണ് നോർമൽ ബ്ലഡ് പ്രഷർ? 120/80 mmHg ആണ്. അടുത്തത് ഡിഫൈൻ ഡയബറ്റീസ്. അതിൻ്റെ ആൻസർ എന്താണ്? ഡയബറ്റീസ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ റൈസസ് എബോവ് നോർമൽ. നോർമൽ എത്രയാണ്? 70 to 100 mg/dl ആണ്. അതിനേക്കാളും ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയബറ്റീസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നെയിം ദി ഹോർമോൺ ദാറ്റ് കൺട്രോൾ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. നമ്മളുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് ലെവലിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണിൻ്റെ പേര് എഴുതാനാണ് പറയുന്നത്. ഏതാണ്? ഇൻസുലിൻ. അടുത്തത് വാട്ട് ഈസ് ദി ഐഡിയൽ ടോട്ടൽ കൊളസ്ട്രോൾ ലെവൽ. ഐഡിയൽ അതായത് നോർമൽ ടോട്ടൽ കൊളസ്ട്രോൾ ലെവൽ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. എത്രയാണ്? ബിലോ 200 mg/dl. അടുത്തത് നെയിം എനി വൺ സിംറ്റം ഓഫ് ഡയബറ്റീസ്. ഡയബറ്റീസിൻ്റെ ഏതെങ്കിലും ഒരു സിംറ്റം എഴുതാനാണ് പറയുന്നത്. ഏതെഴുതാം? ഫ്രീക്വൻറ്റ് യൂറിനേഷൻ അല്ലെങ്കിൽ എക്സ്ട്രീം തേഴ്സ്റ്റ്. അടുത്തത് ഹൗ മെനി ഹവേഴ്സ് ഓഫ് സ്ലീപ്പ് ഈസ് റിക്വയർഡ് ഫോർ എ ചൈൽഡ് ഓഫ് യുവർ ഏജ്. നിങ്ങളുടെ ഏജിലുള്ള കുട്ടികൾ എത്ര മണിക്കൂറാണ് ഉറങ്ങേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. എത്ര മണിക്കൂറാണ്? 7 to 8 hours. അടുത്തത് നെയിം വൺ ആക്ടിവിറ്റി ദാറ്റ് പ്രൊവൈഡ് ഫിസിക്കൽ എക്സസൈസ്. ഫിസിക്കൽ എക്സസൈസ് തരുന്ന ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി പറയാനാണ് പറയുന്നത്. ഏത് പറയാം? പ്ലേയിങ് ഫുട്ബോൾ, റണ്ണിങ്, സ്വിമ്മിങ്, ഇതൊക്കെ പറയാം. അടുത്തത് വാട്ട് ഈസ് മീൻ ബൈ ലൈഫ് സ്റ്റൈൽ ഡിസീസ്. എന്താണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ്? ഡിസീസസ് കോസ്ഡ് ബൈ അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് നോട്ട് ബൈ പാത്തജൻ. അതായത് അൺഹെൽത്തി ലൈഫ് ഹാബിറ്റ്സ് കാരണം ഉണ്ടാകുന്ന ഡിസീസസ് ആണ്, അല്ലാതെ രോഗാണുക്കൾ കാരണം ഉണ്ടാകുന്ന ഡിസീസസ് അല്ല. വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ് ടു മെഷർ ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസാണ് സ്ഫിഗ്മോമാനോമീറ്റർ. അടുത്തതാണ് ആൻസർ എനി 8 ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും. ഇനി അടുത്തത് സെക്ഷൻ ബിയിലേക്ക് പോവുകയാണ്. ഇതിലെന്താണ് വേണ്ടത്? 8 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്കാണ് ഉണ്ടാവുക. ഓക്കെ ആണല്ലോ. ഹൗ ഡിഡ് ചിൽഡ്രൻ ഗോ ടു സ്കൂൾ ഇൻ പാസ്റ്റ്. പണ്ട് കാലങ്ങളിൽ കുട്ടികൾ എങ്ങനെയാണ് സ്കൂളിൽ പോയത് എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഹൗ വാസ് ഇറ്റ് ബെനിഫിഷ്യൽ. അതെങ്ങനെയാണ് അവരെ സഹായിച്ചത്? ചിൽഡ്രൻ വാക്ക്ഡ് ടു സ്കൂൾ. ചിൽഡ്രൻ എങ്ങനെയാണ് സ്കൂളിൽ പോയത്? നടന്നാണ് പോയത്. ഇറ്റ് പ്രൊവൈഡഡ് റെഗുലർ എക്സസൈസ്. അതെന്ത് തന്നു? റെഗുലർ എക്സസൈസ് തന്നു. ആൻഡ് മെയിൻറ്റെയിൻഡ് ഗുഡ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തു. അടുത്തത് റൈറ്റ് എനി 2 അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ്. ഏതെങ്കിലും 2 അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് പറയാനാണ് പറയുന്നത്. ഒന്നാണ് എന്ത്? എക്സസ് യൂസ് ഓഫ് ഫ്രൈഡ് ഫുഡ് അമിതമായിട്ട് ഉപയോഗിക്കുക. അടുത്തതാണ് ഈറ്റിംഗ് വൈൽ വാച്ചിങ് ടി വി കാണുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അടുത്തത് വാട്ട് ആർ 2 ടൈപ്സ് ഓഫ് കൊളസ്ട്രോൾ. ഏതാണ് 2 ടൈപ്പ് കൊളസ്ട്രോൾ? HDL അതായത് ഗുഡ് കൊളസ്ട്രോളും LDL ബാഡ് കൊളസ്ട്രോളും. അടുത്തത് റൈറ്റ് എനി 2 സിംറ്റംസ് ഓഫ് സ്ലീപ്ലെസ്നെസ്. ഉറക്കമില്ലായ്മ എന്നുള്ള ഒരു കണ്ടീഷന് 2 സിംറ്റംസ് ഏതൊക്കെയാണ്? ഫാറ്റിഗ് ആൻഡ് ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ. അടുത്തത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 ഡയബറ്റീസ്. ടൈപ്പ് 1 എന്താണ്? ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ടൈപ്പ് 2 എന്ന് പറയുമ്പം ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ പ്രൊഡ്യൂസ് ചെയ്ത ഇൻസുലിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നില്ല. ഇനി ടൈപ്പ് 1 കുട്ടികളിലാണ് കാണുന്നത്. ടൈപ്പ് 2 ആണെന്നുണ്ടെങ്കിൽ അഡൽട്സിലും കാണപ്പെടുന്നുണ്ട്. അടുത്തത് ടൈപ്പ് 1 റിക്വയർ ഇൻസുലിൻ ഇഞ്ചക്ഷൻ ആവശ്യമാണ്. ടൈപ്പ് 2 എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്? ഡയറ്റ് വഴിയും അതുപോലെ തന്നെ എക്സസൈസ് വഴിയാണ് മാനേജ് ചെയ്യുന്നത്. അടുത്തത് വാട്ട് ആർ ദി കോസസ് ഓഫ് ഹൈ ബ്ലഡ് പ്രഷർ. ഹൈ ബ്ലഡ് പ്രഷറിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? എക്സസ് സോൾട്ട് ഇൻടേക്ക്, ഒബിസിറ്റി, സ്മോക്കിംഗ്, ഏജിങ്, ഇതൊക്കെ എന്തിന് കാരണങ്ങളാണ്? ഹൈ ബ്ലഡ് പ്രഷറിന് കാരണങ്ങളാണ്. അടുത്തത് വൈ ഷുഡ് ഫ്രൈഡ് ഫുഡ് ഐറ്റംസ് ബി റെഡ്യൂസ്ഡ്. എന്തുകൊണ്ടാണ് ഫ്രൈ ചെയ്തിട്ടുള്ള ഫുഡ് ഐറ്റംസ് കുറക്കണം എന്ന് പറയുന്നത്? ദേ ഇൻക്രീസ് ബാഡ് കൊളസ്ട്രോൾ ആൻഡ് കോസ് ഹാർട്ട് ഡിസീസ്. അത് ബാഡ് കൊളസ്ട്രോളിന് കൂട്ടും, അങ്ങനെ ഹാർട്ട് ഡിസീസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അടുത്തത് റൈറ്റ് എനി 2 ഗുഡ് ഫുഡ് ഹാബിറ്റ്സ്. 2 ഗുഡ് ഫുഡ് ഹാബിറ്റ്സ് പറയാനാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ഈറ്റിംഗ് ഓൺ ടൈം, സമയത്തിന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതും, ഇൻക്ലൂഡിങ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഭക്ഷണത്തിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് ഗുഡ് ഫുഡ് ഹാബിറ്റ്.
അടുത്തത് വാട്ട് ആർ ബെനിഫിറ്റ്സ് ഓഫ് റെഗുലർ എക്സസൈസ്. റെഗുലർ എക്സസൈസിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെയാണ്? കൺട്രോൾ ബോഡി വെയ്റ്റ്, ഇൻക്രീസ് ഗുഡ് കൊളസ്ട്രോൾ. അടുത്തത് വൈ ഈസ് ഡേ ടൈം സ്ലീപ്പ് നോട്ട് എ സ്യൂട്ടബിൾ ഫോർ നൈറ്റ് സ്ലീപ്പ്. എന്തുകൊണ്ടാണ് ഡേ ടൈം സ്ലീപ്പ് നൈറ്റ് സ്ലീപ്പിൻ്റെ അത്ര നല്ലതല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. എന്താണ് പറയുക? ബിക്കോസ് ഇമ്പോർട്ടൻറ്റ് ബോഡി റിപ്പയർ പ്രോസസ്സ് ഒക്കെയർ അറ്റ് നൈറ്റ് ഇൻ ഡാർക്ക്നെസ്. കാരണം എന്താണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോഡി പ്രോസസ്സ് ആയിട്ടുള്ള ബോഡി റിപ്പയറൊക്കെ നടക്കുന്നത് എപ്പോഴാണ്? രാത്രി ഇരുട്ടുന്ന സമയത്താണ് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് സെക്ഷൻ സിയിലേക്ക് പോകാം. അവിടെ എന്താണ്? ആൻസർ ഇനി 6 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനാണ് പറയുന്നത്. അതിന് ഓരോന്നിനും 4 മാർക്കാണ് ഉള്ളത്. എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദി ചേഞ്ചസ് ഇൻ ഫുഡ് ഹാബിറ്റ്സ് ഫ്രം പാസ്റ്റ് ടു പ്രസൻറ്റ്. പാസ്റ്റ് ടു പ്രസൻറ്റുള്ള ഫുഡ് ഹാബിറ്റ്സിൽ വരുന്ന ചേഞ്ചസ് പറയാനാണ് പറയുന്നത്. ഇൻ ദി പാസ്റ്റ് പീപ്പിൾ ഏറ്റ് നേച്ചുറൽ ഫുഡ് ലൈക്ക് പാർബോയിൽഡ് റൈസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ആൻഡ് ഫിഷ്. പണ്ട് കാലങ്ങളിൽ ജനങ്ങൾ എന്താ കഴിച്ചിരുന്നത്? നാച്ചുറൽ ഫുഡായിട്ടുള്ള പാർബോയിൽഡ് റൈസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഫിഷൊക്കെയാണ് കഴിച്ചിരുന്നത്. ഫുഡ് വാസ് ഫ്രഷ് ആൻഡ് ഹോം കുക്ക്ഡ്. ആ ഫുഡ് എങ്ങനെയാണ്? ഫ്രഷാണ്, വീട്ടിലുണ്ടാക്കുന്നതാണ്. നൗ പീപ്പിൾ ഈറ്റ് ഫാസ്റ്റ് ഫുഡ്. ഇപ്പോഴത്തെ ആൾക്കാരെങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്? ഫാസ്റ്റ് ഫുഡും ബേക്കറി ഐറ്റംസും ഫ്രൈഡ് ഫുഡും സോഫ്റ്റ് ഡ്രിങ്ക്സും ഒക്കെയാണ് കഴിക്കുന്നത്. ദീസ് ചേഞ്ചസ് റെഡ്യൂസ് ന്യൂട്രീഷൻ ആൻഡ് ഇൻക്രീസ് ഹെൽത്ത് പ്രോബ്ലം ലൈക്ക് ഒബിസിറ്റി ആൻഡ് ഡയബറ്റീസ്. ഇതെന്ത് ചെയ്യും? നമ്മളുടെ ന്യൂട്രീഷന് കുറക്കും, അതുപോലെ തന്നെ ഹെൽത്ത് പ്രോബ്ലം ആയിട്ടുള്ള ഒബിസിറ്റി, ഡയബറ്റീസ് ഒക്കെ ഉണ്ടാക്കും. അടുത്തതാണ് കാൽക്കുലേറ്റ് ദി BMI ഓഫ് ചൈൽഡ് ഹൂസ് വെയ്റ്റ് ഈസ് 25 കിലോഗ്രാം ആൻഡ് ഹൈറ്റ് ഈസ് 1.20 മീറ്റർ. സ്റ്റേറ്റ് ദി ഫിസിക്കൽ കണ്ടീഷൻ. അപ്പോൾ ഒരു കുട്ടീൻ്റെ വെയ്റ്റ് എത്രയാണ്? 25 kg ആണ്, ഹൈറ്റ് 1.20 മീറ്ററാണ്. അപ്പോൾ കുട്ടീൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്താണെന്ന് BMI കാൽക്കുലേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. എങ്ങനെയാണ് BMI കാൽക്കുലേറ്റ് ചെയ്യുക? വെയ്റ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ വെയ്റ്റ് എത്രയാണ്? 25. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 1.20 ഇൻറ്റു 1.20 ആണ്. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? നമുക്ക് ആൻസർ 17.3 ആണ് കിട്ടുക. 17.3 എന്ന് പറയുമ്പോൾ ബിലോ 18.5 ആണ്. അതായത് നോർമൽ എത്രയാണ്? 18.5 ആണ്. അപ്പം 18.5നേക്കാളും കുറവായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? അണ്ടർ വെയ്റ്റ് ആണെന്ന് പറയാം. ഇനി അടുത്തത് റൈറ്റ് എ നോട്ട് ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് സ്ലീപ്പ്. സ്ലീപ്പിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് ഒരു നോട്ട് എഴുതാനാണ് പറയുന്നത്. എന്ത് ചെയ്താം? സ്ലീപ്പ് റിപ്പയർ ബോഡി സെൽസ് ആൻഡ് ഗിവ് റെസ്റ്റ് ടു മസിൽസ്. സ്ലീപ്പ് എന്ത് ചെയ്യും? ബോഡിയിലുള്ള സെൽസിനെ റിപ്പയർ ചെയ്തിട്ട് നമ്മുടെ മസിൽസിന് റെസ്റ്റ് കൊടുക്കും. മെലാറ്റോണിൻ ഹോർമോൺ ഹെൽപ്പ് ഇൻ പ്രോപ്പർ സ്ലീപ്പ്. ഹോർമോണായിട്ടുള്ള മെലാറ്റോണിൻ ആണ് പ്രോപ്പറായിട്ട് നമ്മളെ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. എ ചൈൽഡ് നീഡ് 7 to 8 hours ഓഫ് സ്ലീപ്പ്. ഒരു കുട്ടിക്ക് എത്ര മണിക്കൂർ ഉറങ്ങണം? ഒരു കുട്ടി 7 to 8 മണിക്കൂർ ഉറങ്ങണം. ലാക്ക് ഓഫ് സ്ലീപ്പ് കോസസ് ആൻസൈറ്റി, ഫാറ്റിക് ആൻഡ് പുവർ കോൺസെൻട്രേഷൻ. ഉറക്കമില്ലായ്മ എന്തിലേക്കൊക്കെ ലീഡ് ചെയ്യും? ആൻസൈറ്റി, ഫാറ്റിക്, പുവർ കോൺസെൻട്രേഷനിലേക്കൊക്കെ ലീഡ് ചെയ്യും. അടുത്തത് എക്സ്പ്ലെയിൻ ഹൗ ഡയബറ്റീസ് ക്യാൻ ബി കൺട്രോൾഡ്. നമുക്ക് എങ്ങനെ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാം എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാം? റെഗുലർ എക്സസൈസ്, ബാലൻസ്ഡ് ഡയറ്റ്, റെഡ്യൂസ് ഷുഗർ ഇൻടേക്ക്, റെഗുലർ ബ്ലഡ് ഷുഗർ ടെസ്റ്റിങ്, പ്രോപ്പർ മെഡിക്കേഷൻ. ഈ വഴിയൊക്കെ നമുക്ക് എന്ത് കൺട്രോൾ ചെയ്യാം? ബ്ലഡ് ഷുഗർ, ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാം. അതെ, ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാം.